പ്രവേശിക്കുന്ന ഒരുക്കങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള 2 ഞായറാഴ്ചകൾ സഭയിലെ പൂർവികരായ വൈദികരെ മുഴുവനായി ഓർക്കുവാനും പൂർവികരായ വിശ്വാസികൾ മുഴുവനെ ഓർക്കാനുമായി ക്രമീകരിച്ചിരിക്കുന്ന 2 ഞായറാഴ്ചകളാണ്. ഇന്ന് വൈദികരെ ഓർക്കുന്ന ദിവസമാണ്. വഹനെ സൺഡേ എന്ന് വിളിക്കപ്പെടുന്നു. അടുത്ത ആഴ്ച ആനീദേ സൺഡേ ആണ്. വിശ്വാസികളായി വാങ്ങിപ്പോയവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസമാണ്. ഈ 2 ദിവസങ്ങളും നമ്മെ സംബന്ധിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ഇവരുടെ പ്രാർത്ഥന വഴി ഊർജം സംഭരിക്കുവാനുള്ള ദിവസങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നിവിടെ വായിച്ച പ്രമീയൻ സദറായിൽ നിങ്ങൾ കേട്ട് കാണും പുരോഹിതന്മാർ ആരാകുന്നു എന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും 2 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ദേ ആർ ദ കീപ്പേഴ്സ് ഓഫ് ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ്. ദൈവിക രഹസ്യങ്ങളുടെ കാവൽക്കാർ, സൂക്ഷിപ്പുകാർ എന്നാണ് ഒന്നാമത് വൈദികരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവിക രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാർ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ രഹസ്യങ്ങളോട് കൂടുതൽ അടുത്ത് നിൽക്കുവാനായി ദൈവം തമ്പുരാൻ നിയോഗം നൽകിയ ആളുകളാണ് പുരോഹിതന്മാർ. നാം പാടാറുണ്ട്, മാനവരുടെ അസൂയാദോഷം പാരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മാലാഹമാർക്ക് പോലും അസൂയ തോന്നത്തക്ക രീതിയിൽ പുരോഹിതന്മാർക്ക് പരിശുദ്ധ ബലിപീഠത്തിൽ ദർഗായിൽ ചവിട്ടി നിന്ന് രഹസ്യങ്ങളെ ആഘോഷിക്കുവാൻ, കൈകൾ ഉയർത്തി മേലേക്ക് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങി ദൈവജനത്തിന് പകർന്നു നൽകുവാൻ ഉള്ള നിയോഗമാണ് ഉള്ളത്. അവരാണ് രഹസ്യങ്ങളെ സൂക്ഷിക്കുന്നവർ. രണ്ടാമതവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ കാവൽക്കാരാകുന്നു എന്നുള്ളതാണ്. ദൈവവചനത്തിൻ്റെ കാവൽക്കാർ. ദേ ആർ ദ കസ്റ്റോഡിയൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. പുരോഹിതന്മാരെക്കുറിച്ച് കൃത്യമായി വിശുദ്ധ വേദപുസ്തകത്തിലും അതുപോലെ തന്നെ സഭാപിതാക്കന്മാരുടെ കാഴ്ചപ്പാടിലും വളരെ ഭംഗിയായി വിവരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കർത്താവിന് സ്ലീഹന്മാരോട് ചേർന്ന് നിന്ന ഇഗ്നാത്യോസ് ഓഫ് അന്ത്യോക്ക് പറയുന്നത് ദേ ആർ ദ കസ്റ്റോഡിയൻസ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ കാവൽക്കാരെന്നാണ്. ദൈവവചനം 2-3 രീതിയിൽ നാം കാണുന്നുണ്ട്. അതിലൊന്ന് എഴുതപ്പെട്ട വചനമാണ്. അത് വിശുദ്ധ വേദപുസ്തകമാണ് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ അതിനോട് ചേർന്ന് സഭാപിതാക്കന്മാർ രചിച്ചു നൽകിയ വ്യാഖ്യാനങ്ങളുമുണ്ട്. രണ്ടാമത്തത് ഓറൽ വേർഡ് ഓഫ് ഗോഡാണ്. വചനം പ്രഘോഷിക്കുന്ന അതാണ്. കർത്താവ് വചനപ്രബോധകനും പ്രഘോഷകനുമായിരുന്നു, നമുക്ക് നല്ലതുപോലെ അറിയാം. ദൈവവചനം പ്രഘോഷിക്കേണ്ടതാണ്, പ്രഖ്യാപിക്കേണ്ടതാണ്. മൂന്നാമത് ദൈവവചനം ആഘോഷിക്കേണ്ടതാണ്. അത് മനുഷ്യാവതാരം ചെയ്ത വചനമാണ്. യേശുക്രിസ്തു എന്ന വചനമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡം ധരിച്ചു, നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടുന്ന ക്രിസ്തു തന്നെയാണ് വചനമെന്ന് പറയുന്നു. പുരോഹിതൻ അരുളി ചെയ്യപ്പെട്ട വചനത്തിൻ്റെയും എഴുതപ്പെട്ട വചനത്തിൻ്റെയും അവതരിക്കപ്പെട്ട വചനത്തിൻ്റെയും വലിയ കാവൽക്കാരാകുന്നു. അത് 3 രീതിയിലും അവർ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദെൻ ദേ ക്യാൻ ബി കോൾഡ് ദ കസ്റ്റോഡിയൻസ് ഓഫ് ഫെയ്ത്ത്. അവർ പുരോഹിതന്മാർ വിശ്വാസത്തിൻ്റെ കാവൽപിതാക്കന്മാരായി മാറുന്നു എന്നർത്ഥം. സഭയിലെ പുരോഹിതന്മാരെ നാം കാണേണ്ടത് അതാണ്. പുരോഹിതന്മാർ സ്വീകരിക്കേണ്ട നിയോഗം അതുതന്നെയാണ്. പുരോഹിതന്മാർ അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ആരാകുന്നു എന്നൊരു പുരോഹിതൻ ശരിയായി മനസ്സിലാക്കാതെ പുരോഹിതൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹീ ഈസ് നോട്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ പുരോഹിതനാകാം, എന്നാൽ വേഷത്തിനപ്പുറമായി പൗരോഹിത്യ ധർമ്മം, പൗരോഹിത്യ ഉണ്മ അവനിൽ കുറവാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് പുരോഹിതന്മാരെ എപ്പോഴും പവിത്രമുള്ളവരായി കാണാനായിട്ട് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്ത സമയങ്ങളിൽ ചില പുരോഹിതന്മാരെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലോട്ട് വരുമ്പോൾ നാമൊക്കെ ഇങ്ങനെ അറിയാതെ നോക്കിയാണ്. പല സഭകളുണ്ട് കേരളത്തിൽ. ഈ പല സഭകളിലും പല കാഴ്ചപ്പാടുകളാണ് പുരോഹിതന്മാരെക്കുറിച്ചുള്ളത്. ചില സഭകളിലൊക്കെ പുരോഹിതന്മാർക്ക് ഡാൻസ് ചെയ്യാം, നൃത്തം ചെയ്യാം,
ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊരു പ്രത്യേക ആഘോഷമാണ്, അതും ഒരു ആരാധനയാണ്. പേര് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് കരുതുന്ന ചില സഭകളുണ്ട്. ഇത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ വരുന്നതുകൊണ്ട് നമ്മുടെ ചില വൈദികർക്കും അങ്ങനെ ഒരു തോന്നലാണുള്ളത്. എന്നാൽ പിന്നെ ഞാനും ഒന്ന് ഡാൻസ് കാണിച്ചാൽ എന്താണ് എന്ന് പറയുന്നതായ പ്രവണത നമ്മുടെ ഇടയിലും വർദ്ധിച്ചു വരുന്നുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാടാണ്. നമ്മുടെ കാഴ്ചപ്പാട് വിശുദ്ധ വേദപുസ്തകത്തോടും കർത്താവിനോടും ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന അനാവശ്യ വാർത്തകൾ ഫോർവേഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നത് നമുക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ഇപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, പുരോഹിതന്മാർ തന്നെയാണ് ഇതെല്ലാം ഫോർവേഡ് ചെയ്ത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതും അങ്ങനെയുള്ള കാഴ്ചകളും നാം കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ ജീവിതത്തിൽ അപജയങ്ങൾ ധാരാളമായി സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പൗരോഹിത്യം വിജയത്തിനുള്ളതാണ്, കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ളതാണ്. എന്നാൽ ഭൂരിപക്ഷം വരുന്ന പുരോഹിതരും അങ്ങനെ തന്നെയാകും. കർത്താവിനുള്ളതാകുന്നുവെന്നും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളവരാണ് ഭൂരിപക്ഷ വരുന്നതായ വൈദിക ഗണവും. എന്നാൽ ഒന്നോ രണ്ടോ വിരലിലെണ്ണാവുന്ന ചില ആളുകൾ അനാവശ്യമായ ചില പ്രവണതകൾ കാണിക്കുമ്പോൾ അത് എല്ലാ പുരോഹിതന്മാരെയും ഒരുപോലെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാങ്ങിപ്പോയ പുരോഹിതന്മാരെ നന്ദിയോടെ ഓർക്കാനുള്ളൊരു ദിവസമാണ് ഇന്ന്. നിങ്ങളുടെ ഈ ദേവാലയത്തിൽ എത്ര വൈദികർ ജൂബിലി ആഘോഷിക്കുകയാണല്ലോ ഇപ്പോൾ. ഈ ജൂബിലി ആഘോഷിക്കുന്ന ഈ ദിവസം, ജൂബിലിക്ക് മുമ്പുള്ള വർഷങ്ങളിൽ ഇതിൻ്റെ തുടക്കം മുതൽ ഇന്നേവോളം എത്ര വൈദികർ നിങ്ങളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, എത്ര വൈദികർ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് കൈ ഉയർത്തിയിട്ടുണ്ട്, എത്ര വൈദികർ നിങ്ങൾക്ക് വേണ്ടി കരുണ ദൈവത്തോട് യാചിച്ചിട്ടുണ്ട്. അതിനൊരു കണക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എടുക്കണം. അവരവരുടെ ജീവിതത്തിലേക്ക് ദൈവിക അനുഗ്രഹങ്ങളെ പകർന്നു നൽകിയ വൈദികരുടെ എണ്ണം കുറഞ്ഞ പക്ഷം പരിശുദ്ധ മാമോദീസ കൂദാശയിലൂടെ നിങ്ങളെ ക്രിസ്തുവിൻ്റെ മക്കളാക്കി, ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റിയ വൈദികരുണ്ട്. വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ നിങ്ങളെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചവരുണ്ട്. നിങ്ങളെ പാപത്തിൽ വീഴുമെന്ന് ബോധ്യമുള്ളപ്പോൾ നിങ്ങൾ കുമ്പസാരിക്കാനായിട്ട് വന്നപ്പോൾ നിങ്ങളെ കുമ്പസാരിപ്പിച്ച് വീണ്ടും വിശുദ്ധിയിലേക്ക് വരുത്തിയ വൈദികരുണ്ട്. നിങ്ങളൊരു ഭവനം പണിതപ്പോൾ ആ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ വസിക്കുവാനായിട്ട് ഒരുക്കിയ വൈദികരുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ ഓരോ പടിയിലും ചേർന്ന് നിൽക്കുന്ന വൈദികരുടെ ഒരു നീണ്ട നിര നമ്മുടെ ഇടയിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ വിസ്മരിക്കാതെ ഇരിക്കണം എന്നുള്ളത് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്. കൂടുതൽ നിറവോടെ നമ്മുടെ വൈദികരെ ദൈവസനിൽ നന്ദിയോടെ ഓർക്കണം. അതേസമയം തന്നെ ഞാൻ മുന്നമേ പറഞ്ഞ കാറ്റഗറിയിൽ ഏതെങ്കിലും തരത്തിൽ വികലത വന്നുപോയ വൈദികരെയും സഭയിൽ അവരുടെ നിയോഗത്തെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങളെ കൃത്യമായി വാങ്ങിച്ച് നൽകുന്ന വൈദികർ ധാരാളമുള്ളപ്പോൾ അവരെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ള വലിയൊരു നിയോഗം നമുക്കിവിടെ ഉണ്ട് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ പറയുകയാണ്. ഞാനും നിങ്ങളുമായിരിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിന് മുഴുവനും ഇതുവരെയുള്ള വളർച്ചയിൽ ഏതെങ്കിലും ഒരു വൈദികൻ്റെയെങ്കിലും സ്പർശമുണ്ടായിട്ടുണ്ടോ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മളാരും മറക്കരുത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഈ വാങ്ങിപ്പോയ വൈദികരെ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും കാലം നമ്മെ നടത്തി ഇപ്പോൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ അടുത്തിരിക്കുന്നതായ വൈദികരെ പ്രത്യേകമായ നന്ദിയോടെ ഓർക്കാനും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്ന വൈദികരെ ദൈവസന്നിധിയിൽ ചേർത്ത് നിർത്തുവാനും നിങ്ങൾക്ക് ഇടയാകണം. അത് നിങ്ങളുടെ നിയോഗമാണെന്ന് മനസ്സിലാക്കി വിശ്വാസികൾ പ്രവർത്തിക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ ഒന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. നമ്മുടെ ഈ ദേവാലയത്തിൽ ശുശ്രൂഷിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന ധാരാളം വൈദികർ കാണും. അതുപോലെ തന്നെ സഭയിൽ ശുശ്രൂഷിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ മുതൽ ഇന്നേയോളം സഭയെ നയിച്ച വൈദികഗണത്തെ മുഴുവനായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവരുടെ പ്രാർത്ഥനകളും മധ്യസ്ഥകളും ധാരാളമായി നമുക്ക് കോട്ടയായിരിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.